അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ആവോലി കറി അങ്ങോട്ട് വെക്കാം. അതിനുവേണ്ടി 1/2 കിലോ ആവോലി നല്ലപോലെ വെട്ടി കഴുകി ചെറിയ പീസാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 2-3 തണ്ട് കറിവേപ്പില, 2-3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 2-3 ചുമന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റി ആവശ്യത്തിന് പൊടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് നമ്മുടെ ആവോലി നല്ലപോലെ അങ്ങോട്ട് മുളകിട്ട് റെഡിയാക്കി അങ്ങോട്ട്. അന്നേരം നമ്മുടെ ആവോലി കറി കൊണ്ട് വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ലപോലെ അങ്ങോട്ട് ചൂടായി കൊണ്ട് വരട്ടെ. അപ്പം ചട്ടിയൊക്കെ വെച്ച് ചട്ടിയൊക്കെ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ ഒരു നുള്ളി ഉലുവയും കൂടെ, ഉലുവയും കടുവും എല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊണ്ടിരിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടി ഐറ്റങ്ങളോട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി, അതിനുശേഷം കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഇത്ര ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയ പൊടിയെല്ലാം ഒന്ന് മൂടി. അങ്ങനെ പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കുടംപുളി, നാടൻ കുടംപുളി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിനി ഇത് അടച്ചു വെച്ച് അങ്ങോട്ട് തിളപ്പിക്കണം. നല്ലപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൊണ്ട് ഇതിലേക്ക് ഇട്ടങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി. നല്ലപോലെ ഇത് നമുക്ക് തിളക്കാം. അപ്പോൾ മീനിൻ്റെ ചേരുവകളെല്ലാം നല്ലപോലെ തിളച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി കിടക്കണം. ഇനി നമുക്കിത് തീയൊക്കെ അങ്ങോട്ട് കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നല്ലപോലെ അങ്ങോട്ട് കുക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അന്നേരം മീനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നൊന്ന് നോക്കാം. എല്ലാം നല്ലപോലെ വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് പാകത്തിന് തന്നെയുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ചെറിയൊരു തീയിൽ 10 മിനിറ്റ് ഇടാൻ വേണ്ടിയിരിക്കണം. അന്നേരം ഒന്ന് കുറുകി മീനെല്ലാം നല്ല സെറ്റായിട്ട് വരും. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി തുറന്നു കൊണ്ട് നോക്കാം. അന്നേരം കറിയെല്ലാം നല്ലപോലെ വറ്റി കുറുകി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നല്ലപോലെ കുറുകി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് ചട്ടിയൊക്കെ അങ്ങോട്ട് തണുക്കാൻ അങ്ങോട്ട് വന്നു. അപ്പോഴത്തേനും നമ്മുടെ മീനിലേക്ക് മസാല പുളിയും എരിയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് മീൻ കറി നല്ലപോലെ സെറ്റായിട്ടുണ്ട് മാറും. അവസാനം ടേസ്റ്റൊക്കെ നോക്കാം. ചാറിൻ്റെ ഉപ്പും ആ പുളിയൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ തണുക്കട്ടെ. അന്നേരം നമ്മുടെ ആവോലി മീൻകറി ഏകദേശം 1 മണിക്കൂറൊക്കെ ഇരുന്ന് നല്ലൊരു തണുത്ത് നല്ല റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ കളറൊക്കെ ഉണ്ടായി ഉപ്പും എരിവും പുളിയും എല്ലാം കഷ്ണത്തിലിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇവനെ അങ്ങോട്ട് എടുത്ത് നമുക്ക് ചോറ് അങ്ങോട്ട് കഴിക്കണം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആവോലി മീൻകറി കാണുമ്പോൾ തന്നെ വെള്ളം ഊറുന്ന രീതിയിലായി ഇരിപ്പുണ്ട് നമ്മുടെ കിടിലൻ ആവോലി മീൻകറി.